അവിടെ ആയിട്ട് നോക്കിയാൽ കായലിൽ ബ്ലോക്ക്, കുറേ ബോട്ടുകൾ, കുറേ ഹൗസ് ബോട്ടുകളും ടൂറിസ്റ്റ് ബോട്ടുകളും എല്ലാമായിട്ട്. അതാണ് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും കായലിലേക്ക് ഇറങ്ങിയിരിക്കുവാണ്. എന്തായാലും ഈ ഒരു ആഫ്രിക്കൻ പായലിനിടയിലൂടെ ബോട്ട് വരുന്നത് കാണാൻ നല്ലൊരു കാഴ്ച. സത്യത്തിൽ ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയേനെ കേട്ടോ. ഞാനിങ്ങനെ വിചാരിച്ചതാണ്, പോണോ വേണ്ടേ അങ്ങനെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ആലോചിച്ചിരുന്നെങ്കിൽ വീട്ടിൽ ഇരിക്കത്തേ ഉള്ളായിരുന്നു. പക്ഷേ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങിയതാണ്. ഹലോ, അപ്പോഴേ ഇപ്പം ഞാൻ നിൽക്കുന്നത് ആലപ്പുഴയിലാണ്. ഇന്നത്തെ ദിവസം ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ദിവസം വെറുതെ ഒരു കറക്കം ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ പോയിട്ട് കോട്ടയം വരെ പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ആ ബോട്ട് ഉച്ചയ്ക്ക് 2:30-ക്കാണ്. ഇപ്പോൾ സമയം 2 മണിയായിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങി ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്നും 4 കിലോമീറ്റർ ഉണ്ട് ബോട്ട് ജെട്ടിയിലേക്ക്. അങ്ങോട്ടേക്കെല്ലാം പോകുമ്പോൾ കൃത്യമായിട്ട് ആ ബോട്ട് കിട്ടുമെന്നുള്ള കാര്യമൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് ഇവിടെ നിന്നും ബോട്ട് ജെട്ടി ലക്ഷ്യമിട്ട് പോകാം, എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. അങ്ങനെ ഞാനിങ്ങോട്ടേക്ക് വന്നത് ഞായറാഴ്ച ദിവസം മാത്രമായിട്ടുള്ളൊരു പോർബന്ദർ കൊച്ചുവേളിയിൽ നിന്നും പോർബന്ദറിലേക്ക് പോകുന്ന ഒരു ട്രെയിനിലാണ് വന്നത്. ഇത് കാലിയായിരുന്നു കേട്ടോ. ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് വന്നതെങ്കിലും ട്രെയിൻ കാലിയായിരുന്നു, വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. സത്യത്തിൽ ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറിയതാണെന്ന് തോന്നിയതേ ഇല്ല. വണ്ടി കംപ്ലീറ്റ് ആയിട്ടും കാലിയായിരുന്നു. കൊല്ലത്ത് നിന്നും ഇവിടം വരെ വരുന്നതിന് ഞാൻ സൂപ്പർ ഫാസ്റ്റ് ആയിട്ടാണ് ടിക്കറ്റ് എടുത്തത്. UTS ആപ്പ് വഴിയാണ് ടിക്കറ്റ് എടുത്തത്. അങ്ങനെ സൂപ്പർ ഫാസ്റ്റിന് ഇവിടം വരെ വരുന്നതിന്, കൊല്ലത്ത് നിന്നും ആലപ്പുഴ വരെ വരുന്നതിന് ജനറൽ കമ്പാർട്ട്മെൻറ്റ് ടിക്കറ്റ് ചാർജ് 65 രൂപയാണ്. 12:15 ആ ഒരു സമയത്തായിരുന്നു കൊല്ലത്ത് വന്നത് വണ്ടി. ഇവിടെ 2 മണിയായപ്പോഴെത്തി. ഈ വണ്ടിക്ക് സ്റ്റോപ്പ് വളരെ കുറവാണ്. അതായത് കൊച്ചുവേളിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊച്ചുവേളിയുടെ വേറൊരു പേരാണ് തിരുവനന്തപുരം നോർത്ത്. ട്രെയിനിൽ എഴുതിയിരിക്കുന്നത് തിരുവനന്തപുരം വടക്കെന്നാണ്. തിരുവനന്തപുരം നോർത്തിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി അടുത്ത സ്റ്റോപ്പ് കൊല്ലം കഴിഞ്ഞാൽ കായംകുളം കഴിഞ്ഞാൽ ആലപ്പുഴ. അങ്ങനെ ആലപ്പുഴയിൽ വന്ന് ഇറങ്ങി ഞാനിങ്ങനെ റെയിൽവേ സ്റ്റേഷന് മുന്നിലൂടെയുള്ള റോഡിലൂടെ ഇങ്ങനെ നടക്കുവാണ്. ഞായറാഴ്ച ദിവസം ചെറിയൊരു ബോട്ട് യാത്ര, അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അങ്ങനെ ഈ കാണുന്നതാണ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ. പുതുക്കി പണിഞ്ഞ സ്റ്റേഷനാണ് കേട്ടോ. ഒരുവിധം എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും റിനോവേഷൻ വർക്കുകൾ നടക്കുന്നുണ്ടല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട് പുതുക്കി പണിഞ്ഞു. അവിടെയായിട്ടൊരു പ്രൈവറ്റ് ബസ് നിർത്തിയിട്ടിട്ടുണ്ട്. അതിൽ കലവൂർ, ആലപ്പുഴ, കടപ്പുറം അങ്ങനെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. KSRTC എന്നും ബോർഡ് വെച്ചിട്ടുണ്ട്. KSRTC ബസ് സ്റ്റാൻഡിന് അടുത്തായിട്ടാണ് ബോട്ട് ജെട്ടി ഉള്ളത്. എന്തായാലും നമുക്ക് ഈ ബസ്സിൽ കയറി വിടാം. അങ്ങനെ ഞാൻ ഈ ബസ്സിൽ ഇവിടെ വന്നിറങ്ങി. ഈ സ്ഥലത്തിൻ്റെ പേരാണ് YMCA ബ്രിഡ്ജ്. കണ്ടില്ലേ, അവിടെ ആയിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ വഴി നേരെ അങ്ങോട്ടേക്ക് പോകുന്നതാണ് KSRTC ബസ് സ്റ്റാൻഡ്. ഇവിടെ ആയിട്ട് റോഡ് നവീകരണവും പാലം നവീകരണവും എല്ലാം നടക്കുവാണ്. കനാലിന് കുറുകെയായിട്ട് കണ്ടില്ലേ ഒരു താൽക്കാലിക പാലമൊക്കെ കെട്ടിയിട്ടുണ്ട്. അതിന് താഴെയായിട്ട് തെങ്ങും തടിയെല്ലാം വെച്ചിട്ട് തൂണെല്ലാം ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ. എന്നാലും കൊള്ളാം അല്ലേ. 2:30-ക്ക് ഒരു ബോട്ട് ഉണ്ടായിരുന്നു, കോട്ടയത്തേക്ക് പോകുന്ന ബോട്ട്. പക്ഷെ അത് നമുക്ക് കിട്ടില്ല. എന്തായാലും ഈ പരിസരത്ത് നിന്ന് എവിടെന്നെങ്കിലും എന്തെങ്കിലും കഴിച്ചതിന് ശേഷം നമുക്ക് യാത്ര തുടങ്ങാം. ഇപ്പോഴേ വിശക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ഒരു ബീഫ് ബിരിയാണി കഴിച്ചു. നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു. 110 രൂപയാണ് ബിരിയാണിയുടെ വില. ദം ബിരിയാണി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്, പക്ഷേ ദമ്മല്ല, കറി കോരി ഒഴിച്ച ആ ഒരു പരിപാടിയാണ്. പക്ഷെ എന്നാലും അത്രയ്ക്ക് അലമ്പൊന്നുമില്ല. സാധാരണ ഇങ്ങനെ കറി കോരി ഒഴിച്ച ബിരിയാണി കഴിക്കുമ്പോൾ ഒരുമാതിരി തോന്നും. പക്ഷേ ഇത് നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. ബീഫൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫായിരുന്നു. മുല്ലയ്ക്കൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. KSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് കുറച്ചങ്ങോട്ടേക്ക് മാറിയുള്ള ഒരു സ്ഥലമാണ് മുല്ലയ്ക്കൽ. ആ ഒരു മുല്ലയ്ക്കലാണ് കുറേ ഹോട്ടലുകൾ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. റെസ്റ്റോറൻറ്റുകൾ കൂടുതലായിട്ടും നല്ല ഫുഡൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റുകൾ ഈ ഒരു മുല്ലയ്ക്കൽ ഭാഗത്തുണ്ടെന്നാണ് അറിഞ്ഞത്. അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഞാൻ അവിടെ പോയി കഴിച്ചത്. അങ്ങനെ എന്തായാലും കഴിച്ചിട്ട് പുറത്തേക്ക് വന്നിരിക്കുവാണ്. ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ബോട്ട് ജെട്ടി റോഡിലൂടെയാണ് കേട്ടോ. മുൻപ് ബോട്ട് ജെട്ടി ഇവിടെ ആയിരുന്നു. ഇതാ കണ്ടില്ലേ, ഈ കാണുന്നതായിരുന്നു പഴയ ബോട്ട് ജെട്ടി. KSRTC ബസ് നിർത്തിയിരിക്കുന്നത് കണ്ടില്ലേ. ഇവിടെ നിന്നായിരുന്നു മുമ്പ് ബോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുവാണ്. ഇവിടെ ടൂറിസ്റ്റുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന വണ്ടികളെല്ലാം കിടപ്പുണ്ട്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴേ ഇവിടെ എല്ലാമായിട്ട് ബോട്ടിങ്ങിൻ്റെ ഓരോരോ ഡീറ്റെയിൽസും കാണിച്ചിരിക്കുന്ന ബോർഡൊക്കെ വെച്ചിരിക്കുന്നത് കാണാം. ഇവിടെ ആയിട്ട് ഈ കാണുന്നതാണ് KSRTC ബസ് സ്റ്റാൻഡ്. KSRTC ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് സൈഡായിട്ട് കണ്ടില്ലേ ഒരു കനാലാണ്. ടൂറിസ്റ്റുകളെയൊക്കെ കൊണ്ടുപോകുന്ന ബോട്ടുകളൊക്കെയാണ് ഈ പോകുന്നത്. പാട്ടൊക്കെ ഇട്ട് പൊളിക്കുവാണ് കേട്ടോ. അവിടെ ആയിട്ട് ചെറിയൊരു ശിക്കാര വള്ളവും പോകുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഇതുവഴിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ഇതുപോലത്തെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ നടക്കാം. ബോട്ടിങ് പോകണമെന്നൊന്നുമില്ല. KSRTC ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലൂടെയുള്ള റോഡിലൂടെ നടന്നാൽ തന്നെ കാഴ്ചകൾ നല്ല മനോഹരമാണ്. ഞായറാഴ്ച ദിവസമാണെങ്കിലും KSRTC ബസ് സ്റ്റാൻഡിൽ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ നടന്ന് ബോട്ട് ജെട്ടി എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ ബോട്ട് ജെട്ടിയുടെ പേര് മാതാ ജെട്ടി എന്നാണ്. KSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് കാണുന്ന ബോട്ട് ജെട്ടിയാണ് മാതാ ജെട്ടി.
ഇത് അവിടെ ആയിട്ട് ആൾക്കാരെല്ലാം നിൽക്കുന്നത് കണ്ടില്ലേ, ബോട്ടിന് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. നമുക്ക് കോട്ടയത്തിനേക്കുള്ള ബോട്ട് കിട്ടുമെന്നറിയില്ല, ഏതെങ്കിലും ബോട്ടിൽ കയറി പോവാം. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ ഷിക്കാര വള്ളങ്ങൾ ഒഴുകി ഒഴുകി നടക്കുവാണ്. എന്തായാലും ഇതുപോലത്തെ കാഴ്ചകൾ കണ്ടിങ്ങനെ നിൽക്കാനേ ഒരു പ്രത്യേക അനുഭവമാണ്. അതുപോലത്തെ ബോട്ടുകൾ ഇങ്ങനെ ചറപറ വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഇതാ കണ്ടില്ലേ, അടുത്തത് വരുവാണ്. ഇന്ന് എല്ലാത്തിനും ഓട്ടം കാണും, ഞായറാഴ്ച ആയതുകൊണ്ട്. ഈ കാണുന്ന മരമാണ് ഓട്ടോ സ്റ്റാൻഡ് ട്രീ. ഒരുവിധം എല്ലാ ഓട്ടോ സ്റ്റാൻഡുകളിലും കാണും ഇത്. നല്ല തണൽ മരമാണ്. ഇതിനകത്തൊരു ടൈപ്പ് ചെറിയ കായ പിടിക്കും, അത് കഴിക്കാൻ നല്ലതാണ്. പഴുത്ത കപ്പലണ്ടിയുടെ വലിപ്പത്തിൽ ചുമന്ന കളറിൽ ഇങ്ങനെ കായ്ച്ച് പഴുത്ത് നിൽക്കും. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം, ഉണ്ടെങ്കിൽ പറിച്ച് കഴിക്കാം. ഇതാ കണ്ടില്ലേ, ഇതാ നിൽക്കുന്നു. ഒരുവിധം പഴുത്ത് നിൽക്കുവാണത്. കുറച്ചും കൂടെ പഴുക്കാനുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ മരത്തിൻ്റെ ചുവട്ടിലായിട്ടും ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട്. ഇതാ ഒരു ഗവൺമെൻറ് ബോട്ട് വരുന്നുണ്ട്, ആലപ്പുഴ കായൽപ്പുറം. അങ്ങനെ അവിടെ ബോട്ടിന് മുന്നിലായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് തിരിക്കുവാണെന്ന് തോന്നുന്നു കേട്ടോ ബോട്ട്. അതെ, യു ടേൺ എടുക്കുവാണ്. പുഞ്ചിരി, കുപ്പപ്പുറം, റോഡ് മുക്ക്, പിന്നെ ഏതാ അത് വായിക്കാൻ പറ്റുന്നില്ല, എന്തോ ഒരു നാട്ടുകടവ്, വേണാട്ടുകടവെന്നായിരിക്കും. അപ്പോഴെന്തായാലും നമുക്ക് ഈ ബോട്ടിൽ കയറി ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇതാ കണ്ടില്ലേ, നല്ല വലിയ ബോട്ടാണ്. കനാലിന് കുറുകെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നിറഞ്ഞു നിൽക്കുവാണ്. യു ടേൺ എടുത്ത് കഴിഞ്ഞിരിക്കുവാണ്. എന്തായാലും നമുക്ക് ബോട്ടിലേക്ക് കയറാം. ഒരുപാട് യാത്രക്കാർ ബോട്ടിലേക്ക് കയറുന്നുണ്ട്. വിൻഡോ സീറ്റ് കിട്ടുമെന്ന് അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. യെസ്, അങ്ങനെ ഞാൻ ബോട്ടിനകത്തേക്ക് കയറിയിരിക്കുവാണ് കേട്ടോ. ഇതാ നോക്കി, കനാലിലൂടെ ഓരോരോ ടൂറിസ്റ്റ് ബോട്ടുകളാണ് വരുന്നത്. വരിയായിട്ട് വന്നുകൊണ്ടിരിക്കുക. അത്യാവശ്യം സ്പീഡുണ്ടല്ലോ. അകത്ത് ഡാൻസൊക്കെ ആയിട്ട് പൊളിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ബോട്ടിൽ സ്രാങ്ക് കയറിയിരിക്കുവാണ്. അങ്ങനെ കൃത്യം 3:20 ബോട്ട് പുറപ്പെട്ടിരിക്കുവാണ്. ബോട്ട് ജെട്ടിയിൽ നിന്ന് മൂവ് ആവുന്നത് ഒരു നൈസ് എക്സ്പീരിയൻസ് ആണ്. എന്ന് വെച്ചാൽ വലിയ കുലുക്കമൊന്നുമില്ല. ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് മൂവ് ആവുന്നത് പോലെയാണ്, നൈസായിട്ട് മൂവ് ആവും. അങ്ങനെ ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നും ബോട്ട് പുറപ്പെട്ട് മുന്നിലേക്ക് പോയപ്പോൾ ഇത് അവിടെയായിട്ട് കംപ്ലീറ്റ് ആയിട്ടും ടൂറിസ്റ്റ് ബോട്ടുകൾ കായലിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് എല്ലാം കായലിൽ കാണുമെന്ന്. സകല ടൂറിസ്റ്റ് ബോട്ടുകളും കായലിൽ കിടന്നോടുവാണ്. ഈ കാണുന്നത് കുറേ ഹൗസ് ബോട്ടുകളുടെ ടെർമിനലാണ് കേട്ടോ. ഇതങ്ങോട്ടായിട്ടെല്ലാം ഒരുപാടുണ്ട്. കണ്ടില്ലേ, വരിയായിട്ട് നിർത്തിയിട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കനാലിൽ നിന്നും പ്രോപ്പറായിട്ട് കായലിലേക്ക് കയറിയിരിക്കുവാണ്. ഇതവിടെയായിട്ട് നോക്കിയ ഒരു സ്പീഡ് ബോട്ട് പോകുന്നത് പറത്തി വിടുവാണ്. അങ്ങനെ ഞാൻ പറഞ്ഞ ആ ഒരു ഹൗസ് ബോട്ട് നിർത്തിയിടുന്ന സ്ഥലമുണ്ടല്ലോ, അതിനടുത്തായിട്ടാണ് വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റ്. പുന്നമടക്കായലിലെ വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റ് ആണത്. അങ്ങനെ ഇവിടെ ആയിട്ടൊരു ബോട്ട് ചട്ടി എത്തിയിരിക്കുവാണ്. നെഹ്റു ട്രോഫി ബോട്ട് ചട്ടി, അങ്ങനെയാണ് ബോട്ട് ചട്ടിയുടെ പേര്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പുന്നമടക്കായലിലെ വള്ളംകളി. അങ്ങനെ കുറച്ച് പേര് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ബോട്ടിൽ ടിക്കറ്റ് എടുത്തിരിക്കുവാണ്. കായൽപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. 19 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഈ ബോട്ടിൻ്റെ അവസാനത്തെ സ്റ്റോപ്പാണ് കായൽപ്പുറം. പക്ഷേ അവിടെ എത്താൻ വൈകുന്നേരം 5:30 ആവും. എന്തായാലും അവസാനത്തെ സ്റ്റോപ്പ് വരെയുള്ള ടിക്കറ്റ് എടുത്തിരിക്കുവാണ്. ഇടയ്ക്ക് എവിടെയെങ്കിലും ഇറങ്ങണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഇറങ്ങാം. ബോട്ട് ആടി ഉലഞ്ഞു പോകുന്നത് നമ്മുടെ ഈ ഒരു വലിയ ബോട്ടിൻ്റെ ഓളം കൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ, അതിങ്ങനെ ആടി ഉലയുന്നത്. ചെറിയൊരു ബോട്ടാണത്, കണ്ടില്ലേ, കുഞ്ഞു ബോട്ടാണ്. ഇതാ നമുക്ക് ഓപ്പോസിറ്റായിട്ട് ഒരു ഹൗസ് ബോട്ട് വരുന്നുണ്ട്. ഇത് അവിടെ ആയിട്ട് നോക്കിയാൽ കായലിൽ ബ്ലോക്ക്, കുറേ ബോട്ടുകൾ, കുറേ ഹൗസ് ബോട്ടുകളും ടൂറിസ്റ്റ് ബോട്ടുകളും എല്ലാമായിട്ട്. അതാണ് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും കായലിലേക്ക് ഇറങ്ങിയിരിക്കുവാണ്. എല്ലാം കൂടെ കായലിൽ ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തുഴയുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് അവിടെ ആയിട്ട് നോക്കേ, അത് വീടാണോ റിസോർട്ടാണോ എന്താണേലും കൊള്ളാം അല്ലേ. കായലിനോട് ചേർന്ന് നല്ല നൈസ് കാറ്റായിരിക്കും. അതിനോട് ചേർന്ന് ഒരു ചെറിയ കടയൊക്കെ ഉണ്ട്.
ഏത്തക്കൊലയൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ? ഇതോ അവിടെ ആയിട്ടൊരു ചേട്ടൻ വള്ളം തുഴഞ്ഞു വരുവാണ്. കൊള്ളാലോ. അങ്ങനെ നമ്മൾ ഓരോ ഭാഗത്തേക്ക് പോകുമ്പോഴും ഏതൊക്കെയോ വഴികളിലൂടെ ഹൗസ് ബോട്ടുകളും ടൂറിസ്റ്റ് ബോട്ടുകളും എല്ലാം വരുന്നത് കാണാം കേട്ടോ. ഓരോരോ ഇടവഴി കനാലുകളിലൂടെയല്ല. എന്തായാലും അതെല്ലാം കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ഇത് അവിടെ ആയിട്ട് കണ്ടില്ലേ സഞ്ചി പോലെ കാണുന്നത്? അവിടെ മീനിനെ ലൈവായിട്ട് പിടിച്ചു വച്ചിരിക്കുവാണ് ജീവനോടെ. അതുപോലുള്ള കാഴ്ചകൾ ഇനിയും കാണും. എവിടെയെങ്കിലും കാണുവാണെങ്കിൽ കാണിച്ചു തരാം. ടൂറിസ്റ്റ് ബോട്ടുകളെ കാണിക്കുന്നതിനിടയിലായിട്ട് ഇതാ കണ്ടില്ലേ കൊതുമ്പ് വള്ളങ്ങൾ, കുഞ്ഞു കുഞ്ഞു വള്ളങ്ങൾ അവിടെ ആയിട്ട് കെട്ടിയിട്ടിരിക്കുവാണ്. ഇവിടെ ഓരോ വീടുകളിലും വള്ളമുണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചതേ, നമ്മൾ മുമ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റായിട്ട് വരുന്ന ബോട്ടുകൾ നമ്മുടെ ഇടതുഭാഗത്തുകൂടിയാണ് വരുന്നത്. നമ്മുടെ റോഡിലെ നിയമം അല്ലെന്ന് തോന്നല്ലോ വെള്ളത്തിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബോട്ടിന് വലതു ഭാഗത്തൂടെ അല്ലേ ഇതെല്ലാം പോകേണ്ടത്? എല്ലാ ബോട്ടുകളും ഇതാ കണ്ടില്ലേ വരുന്നത് നമുക്ക് ഇടത് ഭാഗത്തായിട്ടാണ്. അങ്ങനൊന്നുമില്ല കേട്ടോ. സ്പേസ് ഉള്ളത് കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പോവും, അത്രയേ ഉള്ളൂ. ഇതാ നമ്മളിപ്പോഴൊരു ഹൗസ് ബോട്ടിനടുത്തെത്താറായിരിക്കുവാണ്. ഒരു ഹൗസ് ബോട്ടല്ല, ആ ഹൗസ് ബോട്ട് അങ്ങോട്ട് മാറിയപ്പോൾ പുറകെ കുറേ ഉണ്ട്. ഇതോ കണ്ടില്ലേ അങ്ങോട്ടായിട്ടെല്ലാം കുറേ ഹൗസ് ബോട്ടുകൾ വരി വരിയായിട്ട് വരുവാണ്. അങ്ങനെ ഇപ്പോഴൊരു ബോട്ട് ജെട്ടിയിലേക്ക് ബോട്ട് അടുപ്പിച്ചിരിക്കുവാണ്. ബോട്ടിന് മുന്നിലായിട്ട് എഴുതിയിരുന്ന ബോർഡിൽ കുപ്പപ്പുറം എന്ന് പറഞ്ഞൊരു ബോട്ട് ജെട്ടിയുടെ പേരുണ്ടായിരുന്നല്ലോ. അപ്പോൾ കുപ്പപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുവാണ്. ബോട്ടിന് അപ്പുറത്തെ ഭാഗത്തായിട്ടാണ് ബോട്ട് ജെട്ടി. അവിടെ നിർത്തി വളരെ കുറച്ച് ആൾക്കാർ കയറി വീണ്ടും പുറപ്പെട്ടിരിക്കുവാണ്. അങ്ങനെ ഞാൻ പറഞ്ഞ ആ ഒരു ബോട്ട് ജെട്ടിയിൽ നിന്നും ബോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴും നോക്കേ കുറേ ബോട്ടുകൾ നോക്കിക്കോ. ഇപ്പോഴ് ബോട്ടിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ഹൗസ് ബോട്ട് വരുന്നത് കാണാം, കണ്ടില്ലേ? ഇതേപോലത്തെ കാഴ്ചകൾ ഒരുപാടുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു ആഫ്രിക്കൻ പായലിനിടയിലൂടെ ബോട്ട് വരുന്നത് കാണാൻ നല്ലൊരു കാഴ്ച. ഇതാ തൊട്ട് ബാക്കിലായിട്ട് വേറെയും അതിൻ്റെ ബാക്കിൽ വേറെയും. ഇതാ നോക്കി ഈ ബോട്ട് നല്ല താഴ്ന്നു വരുന്നല്ലേ. അവിടെയായിട്ട് നോക്കിയ ഓരോ അമ്മച്ചിമാരെല്ലാം ചൂണ്ടയായിട്ടിരിക്കുവാണ്. ഇതുപോലത്തെ കാഴ്ചകൾ ഇവിടെ സഹജം. ഇതാ നോക്കി ഈ ഒരു സ്ഥലം കൊള്ളാലോ. ഒരു ആൽമരം കായലിലേക്ക് ചാഞ്ഞു നിൽപ്പുണ്ട്. ഒരു അമ്പലമൊക്കെ ഉണ്ട്. നല്ല തണലൊക്കെ ഉള്ളൊരു സ്ഥലം, കൊള്ളാം. ഈ ബോട്ട് ജെട്ടിയുടെ പേരാണ് അമ്പല ജെട്ടി. അവിടെ ആയിട്ട് അങ്ങോട്ടായിട്ടൊരു കായൽ കാണുന്നുണ്ട്. അവിടെ ആയിട്ടൊരു വഴി കാണുന്നുണ്ട്, കായൽ വഴി. അങ്ങോട്ടായിട്ട് കുറേ ഹൗസ് ബോട്ടുകൾ ഒരുമിച്ച് പോകുന്നുണ്ട്, കണ്ടില്ലേ? നമ്മുടെ ബോട്ടും അങ്ങോട്ടേക്കാണോ പോകുന്നത്? അങ്ങോട്ടേക്ക് പോകാൻ സ്പേസ് ഇല്ല കേട്ടോ. നോക്കേ കുറേ ബോട്ടുകൾ ഇങ്ങനെ വരി വരിയായിട്ട് നിരന്ന് വരുവാണ്. അങ്ങനെ കിടിലൊരു ഹൗസ് ബോട്ടല്ല, സ്പീഡ് ബോട്ട് അങ്ങോട്ട് പോയി. അങ്ങനെ ഇതാ നമ്മൾ ഈ പോകുന്ന കായലിന് അവിടെ ആയിട്ടൊരു ബോർഡർ കണ്ടില്ലേ? അതിനപ്പുറത്തെ ഭാഗത്തായിട്ട് വെള്ളമാണ്. പക്ഷെ അത് വയലാണെന്നാണ് തോന്നുന്നത് കേട്ടോ. വയലിൽ വെള്ളം കയറി കിടക്കുവാണെന്നാണ് തോന്നുന്നത്. ഇതുപോലെ കായലാകാൻ സാധ്യതയില്ല, കാര്യം അങ്ങോട്ടേക്ക് ബോട്ടിനെ ഒന്നും കണ്ടില്ല. ഇത് ഇവിടെ ആയിട്ടൊരു ബോട്ട് ജെട്ടിയിലേക്ക് എത്തിയിരിക്കുവാണ്. പേരെന്താണെന്ന് അറിയില്ലല്ലോ ബോട്ട് ജെട്ടിയുടെ, ഒന്നും എഴുതിയിട്ടില്ലല്ലോ. അങ്ങനെ ആ ബോട്ട് ജെട്ടിയിൽ നിന്ന് മുന്നിലേക്ക് പോയിരിക്കുവാണ്. വെയിറ്റിംഗ് ഒന്നുമില്ല കേട്ടോ. കൊണ്ട് നിർത്തുക, ആളെ ഇറക്കുക, ആളെ കയറ്റുക, അപ്പോഴേ പോവുകയാണ്. ബസ് നിർത്തുന്നത് പോലെയാണ്, പെട്ടെന്നാണ് എടുത്തിട്ട് പോകുന്നതും. എക്സ്പീരിയൻസ്ഡ് സ്ട്രാങ്ക് ആണ്, അതാണ്. എന്തായാലും ഈ ഒരു സ്ഥലം നോക്കേ, കുറേ ബോട്ടുകൾ അങ്ങോട്ടായിട്ടെല്ലാം ഇഷ്ടം പോലെ ഹൗസ് ബോട്ടുകൾ കണ്ടില്ലേ? അങ്ങോട്ടായിട്ടെല്ലാം കുറേ ഹൗസ് ബോട്ടുകൾ നിരന്ന് കിടപ്പുണ്ട്. ഞാൻ ഈ കാര്യം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. കാര്യം എങ്ങോട്ടേക്ക് നോക്കിയാലും ഇത് തന്നെയാണ്.
ഞാനൊരു കാര്യം പറയാം. ഇത്രയും ഹൗസ് ബോട്ടുകൾ നിർത്തിയിട്ടിരിക്കുന്നതിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ഡ്രോൺ ഷോട്ട് ഉണ്ടല്ലോ, ഡ്രോൺ വ്യൂ അടിപൊളിയായിരിക്കും അല്ലേ? ഇതാ നോക്കേ, സാധാരണ നമ്മൾ കാണുന്ന ഹൗസ് ബോട്ട് പോലെ അല്ലാത്ത വേറൊരു കളർ ബോട്ട് അല്ലേ? ചുമപ്പ് കളർ ഹൗസ് ബോട്ട്, എക്കോ ബോട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. സാധാരണ ഹൗസ് ബോട്ട് ഇതാ ഈ ഒരു രീതിയല്ലേ നമ്മൾ കാണുന്നത്, പക്ഷെ അത് ഒരു വ്യത്യസ്തമായിട്ടുണ്ട് കാണാൻ. അങ്ങനെ ഓരോ ബോട്ട് ചട്ടിയിലും നിർത്തുമ്പോഴും ഇതേപോലെ ആഫ്രിക്കൻ പായലുകളുണ്ടല്ലോ, അതിങ്ങനെ ഓളം തള്ളുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ആഫ്രിക്കൻ പായലുകൾ കായലിന് ദോഷമാണെന്നൊക്കെയാണ് പറയുന്നത്, പക്ഷെ എന്നാലും ചില സാഹചര്യത്തിൽ അത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. അതിൽ ഒരു വയലറ്റ് കളർ പൂവെല്ലാം പിടിക്കും. ഞാനിവിടെ കണ്ടായിരുന്നു, ഇനി എപ്പോഴെങ്കിലും കാണുവാണെങ്കിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ബോട്ട് ചട്ടിയിൽ ബോട്ട് നിർത്തി. ഈ ബോട്ട് ചട്ടിയുടെ പേരാണ് പാണ്ടിച്ചേരി. പോണ്ടിച്ചേരി എന്നൊക്കെ പറയുന്നത് പോലെ പാണ്ടിച്ചേരി. ബോട്ട് യൂ ടേൺ എടുക്കുവാണെന്ന് തോന്നല്ലോ, കറക്കുവാണ്. യെസ്, ബോട്ട് യൂ ടേൺ എടുത്ത് തിരിക്കുവാണ്. ഇവിടെ ആയിട്ട് നോക്കിയേ, ചെറിയ പാലം, അതുവഴിയാണോ നമ്മുടെ ബോട്ട് പോകുന്നത്? ഇപ്പുറത്തായിട്ട് വേറൊരു കരുണാലയം ബോട്ട് ജെട്ടി എന്ന് പറഞ്ഞൊരു ബോട്ട് ജെട്ടി ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്കാണ് നമ്മുടെ ബോട്ട് അടുക്കുന്നത്. റോഡിന് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഓരോരോ ബോട്ട് ജെട്ടികളുണ്ട് കേട്ടോ. അതാ നോക്കിയ ഒരു ചേട്ടൻ ചെറിയൊരു കുഞ്ഞു കൊതുമ്പ് വെള്ളത്തിൽ കയറി. കൊള്ളാല്ലേ, കയാക്കിങ് പോലത്തെ കുഞ്ഞു വെള്ളം, ഫൈബറാണത്, ഒരാൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. കൊള്ളാം. ചിലർ ബുള്ളറ്റിൻ്റെ ക്ലാസിക് എല്ലാം വാങ്ങിയിട്ട് ബാക്കിലത്തെ സീറ്റുകളൊക്കെ മാറ്റുമല്ലോ, സിംഗിളായിട്ട് ഓടിക്കുന്നത് പോലെ. അതേപോലെ ചെറിയ വള്ളം, സിംഗിളായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള വള്ളം. ഇതോ കണ്ടില്ല, അവിടെ ആയിട്ട് വീട്ടിന് മുന്നിലായിട്ട് ബോട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെഡ് കെട്ടിയിരിക്കുന്നത്. കായലിലേക്ക് ഇറക്കി ഷെഡ് കെട്ടിയിരിക്കുവാണ്. ബോട്ട് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ബോട്ടിനെ കെയർ ചെയ്തിരിക്കുകയാണ് അവർ. അത് കൊള്ളാം അല്ലേ? നമ്മുടെ ഈ ഗവൺമെൻറ് ബോട്ടിൽ പോകുന്നവർ ഹൗസ് ബോട്ടിൻ്റെ വീഡിയോ എടുക്കുന്നു, ഹൗസ് ബോട്ടിൽ പോകുന്നവർ നമ്മുടെ ബോട്ടിൻ്റെ വീഡിയോ എടുക്കുവാണ്. ഇവിടെ തുണി കഴുകിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ? എല്ലാത്തിലും ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കായലിലോട്ട് വീഴും കാറ്റടിക്കുമ്പോഴേ. ടെറസിൻ്റെ മുകളിലും പിന്നെ കരയിലും അശകെട്ടി തുണി ഇടുന്നത് പോലെ തുണി ഇട്ട് കഴിഞ്ഞാൽ തുണി താഴെ വീഴുമല്ലോ, വെള്ളത്തിലേക്കല്ലേ വീഴുന്നത്. അതുകൊണ്ട് ക്ലിപ്പിട്ടെങ്കിലേ പറ്റൂ. ഈ വരുന്ന ഹൗസ് ബോട്ട് കൊള്ളാം, ശരിക്കും നല്ലൊരു ഷേപ്പ് ഉണ്ടല്ലേ. അങ്ങനെ നമ്മൾ കുറേ കൂടെ മുന്നിലേക്ക് വന്നപ്പോൾ ഇതാ ഒരു പാലത്തിന് താഴെ കൂടെ പോവുകയാണ്. ഇത് അവിടെ ആയിട്ടൊരു സർവീസ് സഹകരണ ബാങ്ക് എല്ലാം കാണുന്നുണ്ട്, ആറ്റുവാത്തല. ഈ പാലത്തിന് പുറത്തായിട്ട് ഒരു ബോട്ട് ചട്ടിയും ഉണ്ട് കേട്ടോ. അവിടെ കുറേ ആൾക്കാർ ബോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്നത് പോലെ വേറൊരു ഗവൺമെൻറ് ബോട്ട് ഫ്രണ്ടിലായിട്ട് വരുന്നുണ്ട്. അവിടെ ആയിട്ട് ചെറിയൊരു പാലമുണ്ട് കേട്ടോ, അതിന് താഴെ കൂടെയാണ് ആ ബോട്ട് പോകുന്നത്. ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് കുഞ്ഞൊരു പാലം, അതിന് താഴെയിലൂടെ ആ ബോട്ട് പോകും. കൊള്ളാലോ. അതിന് പുറകിലായിട്ട് കുഞ്ഞൊരു ഹൗസ് ബോട്ടും പോകുന്നുണ്ട്. അതും ഹൗസ് ബോട്ട്, മൊത്തത്തിൽ ഹൗസ് ബോട്ട് എന്ന് പറയാൻ പറ്റില്ല, കണ്ടില്ലേ? അതും ആ ഒരു ചെറിയ പാലത്തിന് താഴെ കൂടെ പോവുകയാണ്. എന്തായാലും ആ ഒരു ചെറിയ കൈത്തോടിലൂടെ പോകുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അത് തോടല്ല, ഇത്രയും വലിയ കായലിലൂടെ നമ്മൾ യാത്ര ചെയ്ത് വന്നിട്ട് ആ ഒരു ചെറിയ ഭാഗം കണ്ടപ്പോഴും തോടായിട്ട് തോന്നിയെന്നേ ഉള്ളൂ. അതും അത്യാവശ്യം വീതിയുള്ള ഒരു ആറ് തന്നെയാണ്. ഇത് അവിടെ ആയിട്ട് നോക്കി ഒരു സ്കൂൾ, സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ കൈനഗിരി. അവിടെ അടിപൊളിയായിരിക്കും അല്ലേ, കായലിൻ്റെ കാറ്റ് കൊണ്ടൊക്കെ ഇരുന്ന് പഠിക്കാം. അങ്ങനെ കൈനഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് തയ്യാറായിരിക്കുവാണ്. ഇത് അവിടെ ആയിട്ട് കൈനഗിരി പോസ്റ്റ് ഓഫീസ് കാണാം. കൈനഗിരി എല്ലാം ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് കണ്ടക്ടർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇതോ നോക്കി, ചെറിയൊരു വള്ളത്തിൽ ആൾക്കാർ അക്കരെ ഇക്കരെ പോകുന്ന കാഴ്ച. അത് കൊള്ളാമല്ലോ. കടത്ത് വെള്ളം, അത് ടൂറിസ്റ്റ് വെള്ളമൊന്നുമല്ല, കടത്ത് മാത്രമേ ഉള്ളൂ. അങ്ങനെ കൈനഗിരിയിലേക്ക്
ബോട്ട് വളഞ്ഞു നിൽക്കുവാണ്. കൈനഗരിയിൽ കൊച്ചു കൊച്ചു കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അവിടെ ആയിട്ട് ചെറിയ സ്നാക്സ് എല്ലാം വാങ്ങാൻ പറ്റിയ ഒരു ചെറിയൊരു കടയൊക്കെ കാണുന്നുണ്ട്. ഇവിടെയും ഒരു ചെറിയ ശിക്കാര വെള്ളമെല്ലാം കിടപ്പുണ്ട്. ഇവിടുന്ന് കുറേ ആൾക്കാർ ബോട്ടിലേക്ക് കയറാനുണ്ട്. അങ്ങനെ കൈനഗിരി ബോട്ട് ജെട്ടിയിൽ നിന്നും ബോട്ട് പുറപ്പെട്ടിരിക്കുവാണ്. കുറച്ച് നേരം ബോട്ട് നിർത്തിയുള്ളൂ കേട്ടോ. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഞാനത് പ്രത്യേകം പറയാനുള്ള കാര്യം, ഒരുപാട് പേര് കൈനഗിരിയിൽ ഇറങ്ങാനും കയറാനും ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇവിടെ ചായ കുടിക്കാനൊക്കെ നിർത്തുമെന്ന് വിചാരിച്ചു, പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അങ്ങനെ കൈനഗിരി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബോട്ടും ഒരു വീതി കുറഞ്ഞ വഴിയിലേക്ക് കയറിയിരിക്കുവാണ്. ഇപ്പോൾ വളരെ വീതി കുറഞ്ഞ വഴിയിലൂടെയാണ് ബോട്ട് പോകുന്നത്. എന്തായാലും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, ഈ ഒരു വഴിയിലൂടെയുള്ള യാത്ര. രണ്ട് ഭാഗത്തായിട്ടും വീടുകളും നടുക്കുകൂടെ ചെറിയ ആറ്, ചെറിയ കനാൽ. എന്തായാലും കൊള്ളാം. നമുക്ക് പുറകിലായിട്ട് ദൂരെയായിട്ട് ചെറിയ ചെറിയ ശിക്കാര വള്ളങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ശിക്കാര വള്ളങ്ങളും ഉണ്ട്, പിന്നെ ഹൗസ് ബോട്ട് ഉണ്ട്. നമുക്ക് മുന്നിലായിട്ട് ഹൗസ് ബോട്ട് ഉണ്ടായിരുന്നു. എന്തായാലും ഈ വഴിയിലൂടെയുള്ള യാത്ര അതിമനോഹരമാണ്. ഒരു സൺസെറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അല്ലേ. ഇപ്പോഴും നമ്മൾ വീണ്ടും ചെറിയൊരു പാലത്തിലൂടെ ഇപ്പുറത്തേക്ക് വന്നിരിക്കുവാണ്. ഒരു ബോട്ട് ജെട്ടിയിൽ ബോട്ട് നിർത്തിയിരിക്കുമായിരുന്നു കേട്ടോ. ഇവിടെ ആയിട്ട് നോക്കേ, ചെറിയൊരു കട. കൊള്ളാലോ. അതിനപ്പുറത്തായിട്ട് വയൽ പ്രദേശമാണ്, നെൽവയലാണ്. വീതി കുറഞ്ഞ കനാലിൽ നിന്നും ബോട്ട് വീണ്ടും വീതിയുള്ള കായലിലേക്ക് കയറുവാണ്. നമ്മുടെ ബോട്ട് വരുമ്പോഴേ ഇത് അവിടെ ആയിട്ട് ചെറിയൊരു കുഞ്ഞു വള്ളം വരുന്നുണ്ട്. നമ്മുടെ ഈ ഓളത്തിൽ ആ കുഞ്ഞു വള്ളം അലയടിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് കായൽ കുറച്ച് സൈലന്റ് ആണ് കേട്ടോ. ഒരുപാട് ഓളമൊന്നുമില്ല, ഈ ബോട്ട് പോകുന്ന ഓളം മാത്രമേ ഉള്ളൂ. ഇത് അവിടെ ആയിട്ട് നോക്കേ, ആ ഒരു കെട്ടിടം കൊള്ളാലേ. നമ്മൾ സിനിമകളിലെല്ലാം കണ്ടിട്ടുള്ളത് പോലത്തെ ആലപ്പുഴ എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ഇതേപോലത്തെ ഓരോ കെട്ടിടങ്ങളെല്ലാം കാണിക്കാറുണ്ട്. അതേപോലെ നല്ല ഭംഗിയുള്ളൊരു കെട്ടിടം. പത്തിൽ ചിറ എന്ന് പറഞ്ഞിട്ടൊരു ബോട്ട് ജെട്ടിയിൽ വന്നിരിക്കുവാണ്. ഇവിടെ ആയിട്ട് നോക്കി ചെറിയൊരു കുരിശടിയെല്ലാം കാണുന്നുണ്ട്. ഇവിടെ കുറച്ച് ആൾക്കാർ ഇറങ്ങാനുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു സ്ഥലം കൊള്ളാം. ബോട്ട് ജെട്ടിയുടെ ഭാഗത്തായിട്ട് കുറേ പുല്ലുകൾ, ആഫ്രിക്കൻ പായലിന് മുകളിലായിട്ട് പുല്ല് വളർന്നു നിൽക്കുവാണ്. വീണ്ടും നമ്മുടെ ബോട്ട് ചെറിയൊരു വഴിയിലേക്ക് കയറിയിരിക്കുവാണ്, കുഞ്ഞു കനാലിലേക്ക്. സത്യത്തിൽ വലിയ കായലിലൂടെ പോകുന്നതിനേക്കാൾ ഇതേപോലത്തെ ചെറിയ കനാലിലൂടെ പോകുന്നതൊരു പ്രത്യേക അനുഭവമാണ് കേട്ടോ. ശരിക്കും ഇടവഴികളിലൂടെ പോകുന്നത് പോലെ തന്നെയാണ് തോന്നുന്നത്. ഇപ്പോഴൊരു ബോട്ട് ജെട്ടിയിൽ ബോട്ട് നിർത്തിയിരിക്കുവാണ്. അങ്ങനെ ആ ബോട്ടിൽ ഒരമ്മ ഇറങ്ങി വീണ്ടും ബോട്ട് പുറപ്പെട്ടിരിക്കുവാണ്. അങ്ങനെ ഇന്ന ബോട്ട് ജെട്ടി എന്ന് പ്രത്യേകിച്ച് പേരൊന്നും പറയേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ
ഏത് ഭാഗമാണെങ്കിലും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. നമുക്ക് മുന്നിലായിട്ട് ചെറിയൊരു ഹൗസ് ബോട്ട് പോലത്തെ ഒരു സംഗതി പോകുന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് നമ്മൾ പോകുന്നത്. കുറച്ചും കൂടെ മുന്നിലേക്ക് കയറുമ്പോൾ നമ്മളും ഈ ഒരു കനാലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങും. എന്തായാലും പോകുന്ന വഴിക്ക് കാണുന്ന വീടുകളെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഈ കാണുന്ന കനാലിനും ഈ കാണുന്ന വീടുകൾക്കും അപ്പുറത്തായിട്ട് വയൽ പ്രദേശമാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഓപ്പോസിറ്റായിട്ട് ഒരു ചെറിയൊരു ബോട്ട് വരുന്നുണ്ട്. സത്യത്തിൽ ഈ ബോട്ടിൻ്റെ സൗണ്ട് പെട്ടെന്ന് അങ്ങ് നിൽക്കും കേട്ടോ. അപ്പോഴും ഫുൾ സൈലൻ്റ് ആവും. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമേ കേൾക്കുള്ളൂ. അങ്ങനെ ആ ഒരു ചെറിയ ബോട്ട് നമ്മുടെ ഇടത് ഭാഗത്തൂടെ പോയിരിക്കുവാണ്. നമ്മൾ വീണ്ടും വീതിയുള്ള കായലിലേക്ക് കയറിയിരിക്കുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഓട്ടോ സ്റ്റാൻഡ് ട്രീ? അത് ഇവിടെയും കാണുന്നുണ്ട്. കുറേ സ്ഥലങ്ങളിലുണ്ട് കേട്ടോ. അത് ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു ഓട്ടോ സ്റ്റാൻഡ് ട്രീ കാണും. നമ്മൾ യാത്ര ചെയ്ത് വരുന്ന പല ഭാഗത്തായിട്ട് ഇതേപോലത്തെ കൊച്ചു കൊച്ചു പാലങ്ങളുണ്ട്. ഞാൻ വീഡിയോയിൽ പല തവണയായിട്ട് കാണിച്ചായിരുന്നു. എന്തായാലും അങ്ങനത്തെ പാലങ്ങൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അതിനുള്ളിലൂടെ ബോട്ടെല്ലാം വരുന്ന കാഴ്ചയെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. വേണാട്ടുകാട് എന്ന് പറഞ്ഞ ബോട്ട് ചട്ടി എത്തിയിരിക്കുവാണ്. ഇതും നമ്മുടെ ബോട്ടിലെ ഫ്രണ്ടിലത്തെ ബോർഡിലുണ്ടായിരുന്ന ഒരു പേരായിരുന്നു. ഇവിടെ ആയിട്ട് ഒരു ചെറിയൊരു അമ്പലം കാണുന്നുണ്ട്. അമ്പലത്തിന് മുന്നിലായിട്ട് കൽവിളക്കുകളെല്ലാം കാണുന്നുണ്ട്. ബോട്ട് ഓഫ് ചെയ്തിരിക്കുവാണ്. അങ്ങനെ ഞാൻ വേണാട്ടുകാട് ബോട്ട് ചട്ടിയിൽ ഇറങ്ങിയിരിക്കുവാണ്. ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി ബോട്ട് നിർത്തിയിരിക്കുവാണ്. ഞാൻ പറഞ്ഞില്ലേ ആ ഒരു പാലം, അതിന് മുകളിലേക്കൊന്ന് വെറുതെ ഒന്ന് നടന്നിട്ട് വരാം. നോക്കേ, ചെറിയൊരു വള്ളം പോകുന്നത്, കുഞ്ഞു വള്ളം. അങ്ങനെ ഞാൻ ആ ഒരു പാലത്തിന് ഒത്ത നടുക്കായിട്ടാണ് നിൽക്കുന്നത്. ബോട്ട് ഫുള്ളായിട്ടും കാണാം. പാലം നല്ല അത്യാവശ്യം ഹൈറ്റുള്ള പാലമാണ് കേട്ടോ. ഇവിടെ ഈ പാലത്തിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങ് ദൂരെയായിട്ട് അവിടെയായിട്ട് കാണുന്നത് നെൽവയലാണ്. ഈ ഒരു വഴിയിലൂടെ ബോട്ട് പോകുമായിരുന്നെങ്കിൽ അത് നല്ലതുപോലെ കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ ബോട്ടിലെ സ്രാങ്കും എല്ലാവരും ചായ കുടിച്ചിട്ട് വന്നു. ഞാൻ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങി. എല്ലാവരും ബോട്ടിലേക്ക് കയറുവാണ്. അങ്ങനെ നമ്മൾ ആ ഒരു ചെറിയ പാലത്തിന് താഴെ കൂടെയാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഈ മാങ്ങ സീസണിൽ ഏറ്റവും കൂടുതൽ മാങ്ങ കണ്ട മാവ് ഈ പാലത്തിനടുത്ത് നിൽക്കുന്ന ഈ മാവിലാണ് കേട്ടോ. കുറേ മാങ്ങ നിൽപ്പുണ്ടായിരുന്നു. വെട്ടം ബാക്കിൽ നിന്ന് അടിക്കുന്നതുകൊണ്ട് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല. സത്യത്തിൽ ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയേനെ കേട്ടോ. ഞാനിങ്ങനെ വിചാരിച്ചതാണ്, പോണോ വേണ്ടേ അങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ആലോചിച്ചിരുന്നെങ്കിൽ വീട്ടിൽ ഇരിക്കത്തേ ഉള്ളായിരുന്നു. പക്ഷേ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങിയതാണ്. സത്യത്തിൽ കൊച്ചുവേളി പോർബന്തർ ട്രെയിൻ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഈ യാത്ര ഇന്ന് നടക്കില്ലായിരുന്നു. ഞായറാഴ്ച എന്തായാലും ആ ഒരു സ്പെഷ്യൽ ട്രെയിൻ ഉള്ളത് കാര്യമായി. ട്രെയിൻ നമ്പർ 20909 209009. എന്തായാലും നോക്കേ, ഈ ഒരു വെള്ളം അനക്കമില്ലാതെ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇതും ഡ്രോൺ ഷോട്ട് അടിപൊളിയായിരിക്കും. ഞാൻ പറഞ്ഞില്ലായിരുന്നോ പാലത്തിന് താഴെ കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു വയൽ പ്രദേശം കാണാൻ പറ്റുമെന്ന്. നോക്കേ, അതിവിശാലമായിട്ടുള്ള വയൽ പ്രദേശമാണ്, നെൽവയലാണ്. ഞാൻ വേറൊരു കാര്യം പറയാം. ഇത്രയും ആൾക്കാരും ഈ ആറിന് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് താമസിക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്ലാസ്റ്റിക് കവറോ ഒരു ചവറ് പോലും അവരിതിലേക്ക് ഒഴുക്കിയിട്ടില്ല. അതൊരു നല്ല കാര്യമാണ്. ഇവിടെ മാവെല്ലാം പൂത്തു നിൽക്കുന്നത് കണ്ടില്ലേ. ഇവിടെയായിട്ട് നോക്കിയേ, നല്ല പച്ച കളറിലെ നെൽപ്പാടം, നല്ല ഭംഗിയുണ്ട്.
ഈ ഒരു വാഴത്തോപ്പിനിടയിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങുണ്ട് കേട്ടോ, അങ്ങ് ഒരുപാട് ദൂരെയായിട്ടുണ്ട്. അങ്ങനെ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ആ ഒരു കനാലിലൂടെ വന്നിട്ട് ഇപ്പോഴൊരു ഒരു ബോട്ട് ജെട്ടിയിലെത്തിയിരിക്കുവാണ്. ആക്കത്തറക്കട ജെട്ടിയിലെത്തിയിരിക്കുവാണ്. ഓരോ ബോട്ട് ജെട്ടിയുടെയും പേരൊരു വെറൈറ്റി ആണ് കേട്ടോ. ആ ഒരു ചേട്ടൻ മാത്രമേ അവിടെ നിന്ന് കയറിയുള്ളൂ. വീണ്ടും ബോട്ട് മുന്നിലേക്ക് പോവുകയാണ്. ഇപ്പോൾ വീതിയുള്ള ഭാഗത്തേക്ക് വന്നിരിക്കുവാണ്. അങ്ങനെ വീതി കുറഞ്ഞും വീതി കൂടിയും അങ്ങനെ പല പല ഭാഗത്തായിട്ടാണ് ബോട്ട് മാറി മാറിപ്പോകുന്നത്. അങ്ങനെ ബോട്ട് വളച്ചിട്ട് വേറൊരു വഴിയിലേക്ക് കയറുവാണ്. ദൂരെയായിട്ട് നോക്കി തെങ്ങുകൾ ഇങ്ങനെ വരി വരിയായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. വീതിയുള്ള വഴിയിൽ നിന്നും വീണ്ടും ഒരു ഇടവഴിയിലേക്ക് കയറിയിരിക്കുവാണ്. വീതി കുറഞ്ഞ കനാലിലേക്ക് കയറിയിരിക്കുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുമെന്ന്. ഇവിടെ ഈ ഒരു ബോട്ട് ചട്ടിയോട് ചേർന്ന് ഈ ബോട്ട് കഷ്ടിച്ചു പോകുന്ന അത്രയും ഹൈറ്റേ ഉള്ള ആ ഒരു പാലത്തിന്. അവസാനത്തെ ബോട്ട് ചട്ടിയാണ് കേട്ടോ, കായൽപ്പുറം ബോട്ട് ചട്ടി. അങ്ങനെ ലാസ്റ്റ് ബോട്ട് ചട്ടിയിൽ നമ്മുടെ ബോട്ട് എത്തിയിരിക്കുവാണ്. അങ്ങനെ അവസാനത്തെ ബോട്ട് ചട്ടിയായ കായൽപ്പുറത്ത് കുറേ ആൾക്കാർ ഇറങ്ങി കേട്ടോ. ഇത് അവിടെ ആയിട്ട് ആ നിർത്തിയിട്ടിരിക്കുന്ന KSRTC ബസ് ചങ്ങനാശ്ശേരിക്ക് പോകുന്ന ബസ്സാണ്. ഞാനെന്തായാലും ഇവിടെ ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങുന്നില്ല. നെടുമുടി എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിൽ ഇറങ്ങുവാണ്. നെടുമുടിയിൽ സ്റ്റേഷനല്ല, സോറി, ബോട്ട് ചട്ടിയിൽ ഇറങ്ങുവാണ്. കാര്യം സൺസെറ്റ് നമുക്ക് കാണണം. ബോട്ടിലിരുന്ന് തന്നെ സൺസെറ്റ് കാണാമെന്ന് വിചാരിക്കുവാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇറങ്ങുന്നില്ല. ഈ ബോട്ടിൽ തന്നെ തിരികെ പോയി നെടുമുടി ഇറങ്ങിയതിന് ശേഷം ബാക്കി കാര്യം ആലോചിക്കാം. 5:40 അവസാനത്തെ ബോട്ട് ചട്ടി എത്തി കേട്ടോ, കായൽപ്പുറത്തെത്തി. അങ്ങനെ കായൽപ്പുറം ബോട്ട് ചട്ടിയിൽ നിന്നും നമ്മുടെ ബോട്ട് തിരികെ പോവുകയാണ്. ഇവിടെ ആയിട്ടൊരു ക്രിസ്ത്യൻ പള്ളിയാണ് കേട്ടോ. ഇവിടെ കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ബോട്ടിൽ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. നെടുമുടി വരെ പോകുന്നതിന് കായൽപ്പുറം ബോട്ട് ചട്ടിയിൽ നിന്നും 11 രൂപയാണ് ടിക്കറ്റ് ചാർജ്. എന്തായാലും സൺസെറ്റിൻ്റെ സമയത്ത് ഈ ഒരു കായലിലൂടെയുള്ള യാത്ര അതിമനോഹരമാണ്. ഇതാ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് പൊന്മാനൊരു മീനെ കൊത്തിക്കൊണ്ട് പോയണ്ടില്ലേ. ഓ, അങ്ങനെ പറയാൻ വന്ന കാര്യം, നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ ആയിട്ട് ചെളികൾ വാരി കൂട്ടി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. കായലിൻ്റെ ആഴം കൂട്ടിയിട്ട് ചെളി സൈഡിലേക്ക് വാരി വെച്ചിരിക്കുവാണ്. അപ്പോൾ ഈ ഒരു വെള്ളത്തിന് താഴെ നല്ല ചെളിയാണല്ലേ. എവിടെയോ ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഇതോ കണ്ടില്ലേ, ദൂരെയായിട്ട് അമ്പലമായിട്ട് ബന്ധപ്പെട്ട എന്തോ പരിപാടിയൊക്കെ വരുന്നുണ്ട്. കണ്ടില്ലേ, പറയെടുപ്പും അങ്ങനെ എന്തോ പരിപാടിയാണത്. അങ്ങനെ ഞാൻ കുറേ ദൂരം യാത്ര ചെയ്തു വന്നു. നെടുമുടി എന്ന് പറഞ്ഞ സ്ഥലം എത്താറായിരിക്കുവാണ് കേട്ടോ. ഇപ്പോൾ ആകാശം നല്ല ചുമപ്പ് കളറിലാണ് കാണുന്നത്. ഇങ്ങനെ ചുമപ്പ് കളറിൽ ആകാശം കാണുമ്പോൾ നല്ലതുപോലെ മീൻ കാണുമെന്ന് പറയും. പിന്നെ ഞണ്ട് വാങ്ങുമ്പോൾ ഞണ്ടിന് നല്ല മാംസം കാണുമെന്ന് പറയും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഈ ഒരു ചുമന്ന ആകാശവുമായിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ട്. എന്തായാലും സമയം ഇപ്പോൾ 6:45 ഇപ്പോൾ പകൽ കൂടുതൽ രാത്രി കുറവുള്ള സമയമാണ് കേട്ടോ. അതായത് നേരം ഇരുട്ടാൻ കുറച്ച് ലേറ്റ് ആവും. നമ്മൾ തിരികെ വന്നപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ഹൗസ് ബോട്ടുകളൊന്നും കായലിൽ കണ്ടില്ല. എല്ലാവരും ഒതുക്കിയിരിക്കുവാണ്. കണ്ടില്ലേ, കരയിലായിട്ടെല്ലാം ഒതുക്കിയിരിക്കുവാണ്. കായലിൽ ടൂറിസ്റ്റ് ബോട്ടുകളൊന്നും കാണാനില്ല. നെടുമുടി ബോട്ട് ജെട്ടിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം 6:50 അങ്ങനെ നെടുമുടി ബോട്ട് ജെട്ടിയിലേക്ക് ബോട്ട് അടുക്കുവാണ്. നമുക്ക് മുന്നേ വേറൊരു ബോട്ടുണ്ടായിരുന്നു, അത് പോയി.
നെടുമുടി ബോട്ട് ജെട്ടിയിൽ ഇറങ്ങിയിരിക്കുവാണ് കേട്ടോ. എന്നെ ഇറക്കിയിട്ട് ബോട്ട് തിരികെ പോവുകയാണ്. അങ്ങനെ ഫ്ലാഷൊക്കെ ഓണാക്കി മുഖത്തോട്ട് അടിച്ചുകൊണ്ട് പോവുക കേട്ടോ, സെൽഫി സ്റ്റിക്കൊക്കെ പിടിച്ചിട്ട്. അങ്ങനെ നെടുമുടി ബസ് സ്റ്റാൻഡ് എന്ന് പറയാൻ വേണ്ടി പോയതാ. നെടുമുടി ബോട്ട് ജെട്ടിയിൽ ഇറങ്ങിയിട്ട് ഞാൻ റോഡിലേക്ക് നടക്കുവാണ് കേട്ടോ. ഇവിടെ നിന്നും ചങ്ങനാശ്ശേരിക്ക് പോയി കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരിയിൽ നിന്നും ട്രെയിനുണ്ട്. അതിനു മുന്നേ ഒരു കാര്യം പറയട്ടെ, ഇന്നത്തെ യാത്ര വളരെ യാദൃച്ഛികമായിട്ട് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാതെ ചെയ്തൊരു യാത്രയായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാതെ പെട്ടെന്നെടുത്തൊരു തീരുമാനത്തിൽ വന്നൊരു യാത്രയാണ്. അപ്പോൾ നമ്മൾ പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല, അങ്ങ് പുറപ്പെടുക എന്നുള്ളതാണ്. അങ്ങനെ പുറപ്പെട്ടപ്പോൾ സംഭവിച്ച നല്ല മനോഹരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു ഇന്നത്തേത്. അങ്ങനെ എന്തായാലും ഞാൻ ബോട്ട് ജെട്ടിയിൽ ബോട്ട് വന്നിറങ്ങിയിട്ട് ബസ് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇവിടെ നിന്ന് 10-18 കിലോമീറ്റർ അങ്ങാണ്ടേ ഉള്ളൂ. അപ്പോഴങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ആ ഒരു ട്രെയിൻ പിടിക്കാം. 8 മണിക്കൊരു മെമു ഉണ്ട്, 7:59 കൊല്ലത്തിന് പോകുന്ന മെമു ആണ്. രാത്രി 10:15 കൊല്ലം എത്തും. അതല്ലാന്നുണ്ടെങ്കിൽ രാത്രി 8:30 8:25 ആ ഒരു സമയത്ത് പാലരുവി എക്സ്പ്രസ് ഉണ്ട് കേട്ടോ. അപ്പോഴാ ഒരു വണ്ടി നമുക്ക് പിടിക്കാം. മെമു ലക്ഷ്യം വിട്ട് പോകാം, അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കയറി പോകാം, ഇല്ലാന്നുണ്ടെങ്കിൽ പാലരുവി പിടിക്കാം. അപ്പോഴതാണ് പ്ലാൻ. അങ്ങനെ ബോട്ട് ജെട്ടിയോട് ചേർന്ന്, നെടുമുടി ബോട്ട് ജെട്ടിയോട് ചേർന്ന് ഒരു പാലമുണ്ട്. ആ പാലത്തിന് സൈഡിലൂടെയുള്ള വഴിയിൽ വരുമ്പോൾ ഇതാ കണ്ടില്ല, ഇവിടെ ഒരു കുരിശടിയൊക്കെ ഉണ്ട്. ഇവിടെ അടുത്തായിട്ട് ബസ് സ്റ്റോപ്പുണ്ട്. KSRTC ബസ് വരുന്നുണ്ട്, പാലം ഇറങ്ങി വരുന്നുണ്ട്. ചങ്ങനാശ്ശേരിക്കുള്ള ബസ്സാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. എന്ന് വെച്ചാൽ ഞാൻ നെടുമുടി എന്ന് പറഞ്ഞ ആ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നും ചങ്ങനാശ്ശേരി വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 32 രൂപയായിരുന്നു. ആ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ നിന്നും നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മെമുവിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ, കൊല്ലത്തേക്ക് മെമുവിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ചങ്ങനാശ്ശേരിയിൽ നിന്നും കൊല്ലം വരെ 20 രൂപയാണ്. അല്ലാതെ പാലരുവി എക്സ്പ്രസിന് ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 50 രൂപ. ഞാനങ്ങനെ 50 രൂപ UTS വഴി ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. 8 മണിക്കാണ് മെമു. ചിലപ്പോഴത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 8:26 പാലരുവി എക്സ്പ്രസ് പിടിക്കണം. അപ്പോഴതുകൊണ്ടാണ് ഞാൻ 50 രൂപയും കൊടുത്ത് ടിക്കറ്റ് എടുത്തത്. അപ്പോഴെന്തായാലും അതും കൂടെ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ കൊച്ചു യാത്രകളൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാനൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.